പ്രിയമുള്ളവർക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും പതിവ് പോലെ തന്നെ മഴയുള്ള ദിവസം തന്നെയാണ്. പതിവിലും വൈകി എണീറ്റത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വൈകി തന്നെയാണ് തീർന്നത്. മഴയ്ക്ക് ഇന്ന് എന്തോ ഒരു മൂക ഭാവമാണ്. എനിക്കെന്തായാലും മൂകതയൊന്നുമില്ല. ദൈവം സഹായിച്ച് അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ എപ്പോഴും ഹാപ്പി തന്നെ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ തന്നെ വലിയ സന്തോഷം കണ്ടെത്തുന്ന എനിക്ക് ഈ ഒരു മഴ പോലും സന്തോഷം തന്നെ. ശക്തിയില്ലാത്ത മഴയാണെങ്കിൽ പോലും ഒലിച്ചിറങ്ങുന്ന ഈ മഴച്ചാലുകൾ മുമ്പെങ്ങോ ഇറക്കിയ കടലാസ് തോണികളെ ഓർമ്മപ്പെടുത്തി. ഇനി വല്ലാതെ അങ്ങ് മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടാൽ പറയാത്ത കഥകൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം അവിടെ നിന്നും വിടവാങ്ങാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കലാത്തിയ വിഭാഗത്തിലുള്ള ചെടികളെ കുറിച്ചാണ്. ഇലച്ചെടികളിലെ പ്രധാനികൾ തന്നെയാണ് കലാത്തിയ ചെടികളും. അമേരിക്കയാണ് ജന്മദേശം. പലതരത്തിലുള്ള കലാത്തിയ ചെടികൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇടതൂർന്ന് തിങ്ങി വളരുന്ന ഒട്ടനവധി വിഭാഗം ഈ കലാത്തിയ ചെടികളിലുണ്ട്. അധികം ഹൈറ്റിലല്ലാതെ തിങ്ങിത്തൂർന്ന് വളരുന്ന ഒരു സ്വഭാവമാണ് കലാത്തിയ ചെടികൾക്കുള്ളത്. വരകളും കുത്തുകളും എല്ലാമായി കലാത്തിയ ചെടികളുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മികവുറ്റതാണ്. ഈ ഒരു ചെടിയുടെ ഒരു ഭാഗത്ത് നല്ല ഡാർക്ക് ഗ്രീനും മറുഭാഗത്ത് മെറൂൺ കളറുമാണ് ഉള്ളത്. ഇനി അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കലാത്തിയാണ് ഈ ഒരു ചെടി. വരയൻ കുതിരയെ പോലെ നല്ല വരകളുള്ള ഭംഗിയുള്ള ഇലകളോട് കൂടിയ ഒരു ചെടിയാണിത്. ഈ ഒരു ചെടി കുറഞ്ഞ ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയാണ്. കൂടുതൽ വെയിൽ തട്ടുന്ന ഭാഗത്തായാൽ ഇതിൻ്റെ ഇലകൾ ചുരുണ്ടു കൂടി കിടക്കുന്ന ഒരു സ്വഭാവം കൂടി ഈ ഒരു കലാത്തിയ ചെടിക്കുണ്ട്. നേരിട്ട് ലഭിക്കുന്ന സൂര്യപ്രകാശം ഇഷ്ടപ്പെടാത്ത ഒരു ചെടി കൂടിയാണ് കലാത്തിയ. ഇനി നമുക്ക് കലാത്തിയ ചെടികളെ എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്നുള്ള കാര്യം നോക്കാം. നല്ലവണ്ണം ഹോളുകളുള്ള ഒരു പോട്ടിൽ മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്ത് നമുക്ക് മിശ്രിതം തയ്യാറാക്കി നമുക്ക് ഈ ചെടിയെ നട്ടെടുക്കാം. ഭംഗിയുള്ള കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ചെടി തന്നെയാണ് പ്രയർ പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു ഇനം. ഇതും കലാത്തിയ വിഭാഗത്തിൽ തന്നെ പെട്ടതാണ്. ഈ ഒരു ചെടിയെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റായും ഉപയോഗിക്കാം. ഇൻഡോർ പ്ലാന്റായിട്ടും നന്നായി വളരുന്ന ഒരു ചെടിയാണ് പ്രയർ പ്ലാന്റ്. കമ്പുകളായി നീണ്ടു പോകുന്ന ഈ ഒരു ചെടിയുടെ കമ്പ് നട്ടും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. വലിയ രീതിയിൽ വളരാത്ത കുഞ്ഞി ഇലകളാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. കടുത്ത ഡാർക്ക് ഗ്രീൻ ഇലകളിൽ ബ്ലാക്ക് ഷെയ്ഡുകളാണ് ഈ ഒരു ചെടിയെ ഭംഗിയാർന്നതാക്കുന്നത്. നന്നായി വെള്ളം ആവശ്യപ്പെടുന്ന ഒരു ചെടിയാണ് കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട ഈ പ്രയർ പ്ലാന്റ്. ഇനി നമുക്ക് മറ്റൊരു കലാത്തിയ ചെടിയെ പരിചയപ്പെടാം. ശരിക്കും ഭംഗിയുള്ള ചെടികളാണ് കലാത്തിയ ചെടികൾ. ഈ ചെടികളിലെ വ്യത്യസ്തമായ വരകളും പുള്ളികളും ഒക്കെയാണ് ഇവയുടെ ഭംഗി കൂട്ടുന്നത്. കൂടുതൽ കെയറിംഗ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ വളരുന്ന ഒരു ചെടിയായതിനാൽ എല്ലാവർക്കും ഈ ഒരു ചെടിയെ വളരെയധികം ഇഷ്ടപ്പെടും. അഗ്ലോണിമ ചെടിയെ പോലെ ബലക്കുറവില്ലാത്ത ഒരു ചെടിയാണ് കലാത്തിയ. അടിയിൽ നിന്നും പൊട്ടി വരുന്ന തൈകൾ പിരിച്ചു നട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വളമായിട്ട് നമുക്ക്
വെജിറ്റബിൾ വേസ്റ്റ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലുപൊടി വെള്ളത്തിൽ കലക്കിയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മറ്റൊരു കലാത്തിയ ചെടിയെ പരിചയപ്പെടാം. ഈ ഒരു ചെടിയുടെ മധ്യഭാഗത്ത് മാത്രമാണ് വ്യത്യാസമുള്ള ഡിസൈനുകളുള്ളത്. തണ്ടുകൾ മൊത്തമായും മെറൂൺ കളറിലാണ് വരുന്നത്. ചെടികൾ നട്ട് 3 ദിവസത്തിനുള്ളിൽ തന്നെ നന്നായി വേര് പിടിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് ഈ ഒരു കലാത്തിയ. വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ലാതെ തന്നെ ഇവർ നമ്മുടെ ഗാർഡന് ഒട്ടേറെ ഭംഗി നൽകുന്നുണ്ട്. ഒത്തിരി മാസങ്ങൾ ഇവയുടെ ഇലകൾ കേടുപാടില്ലാതെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എന്നും ഇലകളുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ചെടിയാണ് ഇത്. ചട്ടി നിറയെ തൈകൾ ഉണ്ടായിരുന്ന ഒരു ചെടിയെ ഞാൻ പിരിച്ച് നട്ടതിന് ശേഷം പിടിച്ച് തൈകൾ പുതിയതായി വരുന്ന ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ വെയിലടിച്ചാൽ ഇലകളൊക്കെ വാടി കരിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. എന്നിരുന്നാൽ പോലും കെട്ടിക്കിടക്കുന്ന വെള്ളം ഇഷ്ടപ്പെടാത്ത ഒരു ചെടി കൂടിയാണ് കലാത്തിയ. അടിയിൽ നിന്നും ഇതുപോലെ പുതിയ മുകുളങ്ങൾ പൊട്ടി വരുന്നത് പിരിച്ചു നട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇനിയുള്ള കലാത്തിയ വളരെ ഭംഗിയുള്ള ഒരു കലാത്തിയയാണ്. എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചുപോയി എന്ന് വിചാരിച്ച് ഞാൻ ഇതുപോലെ തറയിൽ നട്ട് വീണ്ടും കിളിർത്ത് വന്നതാണ്. വളരെ ഭംഗിയുള്ള ലീഫാണ് ഇതിനുള്ളത്. നീളം കൂടിയ കലാത്തിയിൽ നിന്നും വ്യത്യസ്തമായ ഇലകളാണ്. റൗണ്ട് ഷേപ്പിലുള്ള ഇലകളും മധ്യത്തിൽ നല്ല പിങ്ക് കളറുമായ ഒരു കലാത്തിയയാണ് ഈ ഒരു ചെടി. ഇനി നമുക്ക് മറ്റൊരു കലാത്തിയയെ പരിചയപ്പെടാം. ഓവൽ ഷേപ്പുള്ള ഇലകളും സിൽവർ കളറിൽ ഡാർക്ക് ഗ്രീൻ കളർ കൊണ്ട് വരകളുമായി തികച്ചും പടർന്ന് പന്തലിച്ച പോലെ വളരുന്ന ഒരു കലാത്തിയാണ് ഈ ഒരു ഐറ്റം. പൊട്ടി വരുന്ന തൈകൾ പിരിച്ചെടുത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കാം. വളർന്നു വരുന്ന സമയത്ത് ഇലകൾക്ക് ഒന്നുകൂടി വലിപ്പം കൂടും. മാസത്തിൽ 2 തവണ നമുക്ക് കലാത്തിയക്ക് വളം ചെയ്തു കൊടുക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കലാത്തിയ റാറ്റൽ സ്നേക്ക്. ഈ ഒരു കലാത്തിയയുടെ ഇലയുടെ ഭംഗിയാണ് വളരെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. ഒരു ഭാഗത്ത് നല്ല ഗ്രീനും കറുത്ത ഷെയ്ഡുകളും മറുഭാഗത്ത് നല്ല മെറൂൺ കളറുമായ നീണ്ട ഇലകളോട് കൂടിയ കലാത്തിയാണിത്. ഇതുപോലെ വെയിൽ തട്ടിയാൽ ഇലകൾ കരിഞ്ഞു പോകുന്ന ഒരു സ്വഭാവമാണ് ഈ ചെടിക്കുള്ളത്. നല്ല ഹൈറ്റിൽ വളരുന്ന ഇലകളാണ് ഇവക്കുള്ളത്. ഇനി നമുക്ക് മറ്റൊരു കലാത്തിയ ചെടിയെ പരിചയപ്പെടാം. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. നല്ല ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് പുള്ളികളൊക്കെ ആയിട്ട് നമ്മുടെ ഗാർഡനിൽ നിന്നും എടുത്തു കാണിക്കാൻ പോകുന്ന അത്രയും കളർഫുള്ളായ ഒരു ചെടിയാണിത്. മുകളിലേക്ക് വളരാതെ അടിഭാഗത്ത് തന്നെ ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞ് ഇലകൾ ഉണ്ടാവുന്ന ഒരു രീതിയാണ് ഈ ഒരു ചെടിക്കുള്ളത്. വളരെ മന്ദഗതിയിലാണ് ഈ ഒരു ചെടിയുടെ വളർച്ച. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കലാത്തിയ ചെടിയാണ്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ ചേർന്ന് വരയൻ കുതിരയെ പോലെ വരകളുള്ള ഭംഗിയാർന്ന ഒരു കലാത്തിയാണ്. ഇതുപോലെ തൈകൾ പൊട്ടി വരുന്ന സമയത്ത് പിരിച്ചു നട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. രാത്രി കാലങ്ങളിൽ പൂടിക്കിടക്കുന്ന ഇലയാണ് ഈ ചെടിയെ മറ്റുള്ള ചെടിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നല്ല സ്ട്രോങ് ആയ ഒരു കലാത്തിയ ചെടിയാണിത്.
വളർച്ച വളരെ മന്ദഗതിയിലാണ് ഈ ചെടിക്കുള്ളത്. കലാത്തിയകളെക്കുറിച്ച് പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.